Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up that's a fact. Never looking back, I'ma keep myself on track. Keep my head up staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I had so many dreams, then you hit your teens. Life ain't really what it seems, try to find out what it means. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never looking back, I'ma keep myself on track. Keep my head up staying strong, always moving on. ഇന്ന് നമ്മൾ പോകുന്നത് അമ്പനാട് എസ്റ്റേറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനച്ചാടിയിലേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഹഗ് ആൻഡ് ബെഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് നമ്മുടെ അമ്പനാട് ബ്ലോഗിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡിന്റെ ലിങ്ക്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഈ ഒരു അമ്പനാട് എസ്റ്റേറ്റിനെ ഇവർ 5 ഡിവിഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആറണ്ടൽ, ആനച്ചാടി, ഗ്യാപ്പ്, ലോവർ ആൻഡ് മിഡ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഇതിലെ ആനച്ചാടി ഡിവിഷനിലേക്കാണ്. നമ്മളങ്ങനെ കാട്ടിലൂടെ പോകുന്ന വഴിയിൽ കുറെ കമ്പിളിനാരങ്ങ കിടക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു കമ്പിളിനാരകത്തിന്റെ മരം നിൽക്കുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും നാരങ്ങ പറിക്കാൻ പറ്റുമോ നോക്കാൻ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് 1912 പണി കഴിപ്പിച്ച ഇവിടുത്തെ ഏറ്റവും പഴയ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഈ ഒരു ലൊക്കേഷനിൽ കുറെ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പഴയ ഒരു ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവാണ്. ഈ തോട്ടത്തിന്റെ മാനേജറാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇപ്പം പുള്ളി നാട്ടിൽ പോയേക്കുവാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല, പുറത്ത് നിന്ന് കാണാം. മുട്ടപ്പഴമാണ് ഇതല്ലേ? ഇതൊരു കറ മഞ്ഞയല്ലേ ഇതിനകത്ത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ കുറവാ മരമല്ലേ ഇവിടെ? കൂടുതൽ ഒരു 10-20 മരം. അല്ല, ഞാൻ ചോദിച്ചാൽ മൊത്തത്തിൽ ഇങ്ങനത്തെ കുറവാ. 1912 ഈ ബിൽഡിംഗ് പണിതത്. 5ാമത്തെ നമ്പർ ബിൽഡിംഗ് ആണ്. ഇതിന്റെ ബാക്ക് സൈഡാണ്. ഇത് നമ്പർ 6 ബിൽഡിംഗ്. 1912 തന്നെ പണിത 6ാമത്തെ നമ്പറിലുള്ള ബിൽഡിംഗ് ആണ്. അവോക്കാഡോ ഫ്രൂട്ട് മരമാണ്. പറഞ്ഞ പോലെ എല്ലാത്തരം മരങ്ങളും ഇവിടെ നിപ്പുണ്ട്. ഇതിന്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കാഴ്ച മറയുന്നുണ്ട്. പക്ഷേ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ. ഓറഞ്ച് മരമാണ്. കുറച്ച് വലിയ ഓറഞ്ച് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഉണ്ടായതാണെന്ന് തോന്നുന്നു.
ഓറഞ്ചാ. ആ, ഓറഞ്ച് മരമാണ്. പണ്ടൊക്കെ ഇവിടെ ഓറഞ്ച് വിളയുമ്പോൾ 1000-ഓളം മരം ഉണ്ടെന്നാണ് പറഞ്ഞു. ഇവിടെ പണ്ടൊക്കെ ഓറഞ്ച് വിളയുമ്പോൾ ഇവിടെ ഒന്നിച്ച് പറിക്കാനൊക്കെ ആൾ വരുമായിരുന്നു. ഇപ്പം ആരും പറിക്കാനൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഇവിടുത്തെ ഉള്ളവരൊക്കെ തന്നെ പറിച്ചെടുക്കുവാണ്. എല്ലാ വൃക്ഷങ്ങളുടെയും ഒരു കൂട്ടം തന്നെയുണ്ട് ഇവിടെ. നമ്മൾ മറ്റ് തോട്ടങ്ങളിലൊന്നും കാണുന്ന പോലെയല്ല, എല്ലാത്തരം സുഗന്ധവിളകളും ഇവിടെ വിളയുന്നുണ്ട്. നമ്മൾ തേയിലത്തോട്ടത്തിനുള്ളിലെ ഓറഞ്ച് മരമാണ്. ഓറഞ്ച് വരുന്നതേ ഉള്ളൂ, വിളഞ്ഞിട്ടില്ല. പുട്ട് ഓറഞ്ചാണ്. അത് ആൽ സ്പീഷ്യസാണ്. കാപ്പിലിട്ട് കുടിക്കാം, പിന്നെ ഈ പായസത്തിനിടാം, എന്ത് കറികൾക്ക് എല്ലാം ഉപയോഗിക്കാം. ഇത് കഴിക്കുന്നതൊന്നും വളരെ നല്ലതാണ്, വയറ്റിക്കൊക്കെ ബെസ്റ്റ് സാധനങ്ങൾ. ഉണക്കിയെടുക്കും. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ പെപ്പറിൻ്റെ ഇതുപോലെ വരും, ബ്ലാക്ക് കളറായിട്ട് വരും. അതിനുശേഷം അത് പഠിച്ചെടുക്കുക. ടേസ്റ്റ് ഉണ്ട്. അതെ അതെ, അതിനു വേണ്ടിയാണ് ഇത് ആൾ സ്പൈസസ് എന്ന് വെച്ചിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ സർവ്വസുഗന്ധി എന്ന് പറയും. തേയിലത്തോട്ടത്തിൽ രാവിലെ പശുക്കൾ മേയാൻ ഇറങ്ങി. ചേട്ടാ, ഈ പശുവിനൊക്കെ ഇവിടെ വളർത്തുന്നതാണ്? ഓ ശരി. ഇവിടെ ജോലിയുള്ളവരൊക്കെ തന്നെ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ആനച്ചാടി ഡിവിഷൻ എന്ന് പറയും. ഇതിൻ്റെ ഒരു സബ് ബ്രാഞ്ച് പോലത്തെ ഓഫീസാണ്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് തേയിലയൊക്കെ തൂക്കിയെടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്നിട്ടാണ് ലോറിയിൽ ഇവർ തേയില പറിച്ചുകൊണ്ട് വരും, ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് ഇവിടുന്ന് തൂക്കിയാണ് ഈ തേയില ലോറിയിൽ കൊണ്ടുവന്നത്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അമ്പനാടിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ആനച്ചാടിയുടെ ഈ ഒരു വ്യൂ തന്നെ ആയിരിക്കും. ഒരു വീഡിയോയിലൂടെ അത് എത്രമാത്രം പകർത്തിയെടുക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ശരിക്കും നമ്മളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. നമ്മൾ പോകുന്നത് ഫോറസ്റ്റിന്റെ ഒരു ഓഫീസിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ്. ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ മുകളിൽ കയറിയാൽ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഓഫീസിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതിന്റെ മുകളിൽ കയറിയ ഏറ്റവും ഉയരത്തിൽ നിന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. ഇത് ഇവിടുത്തെ റേഷൻ കടയാണ്. ഈ സ്ഥലത്ത് റേഷൻ കൊടുക്കുന്ന സ്ഥലമാണ്. സ്ഥലം ബെഞ്ചർ എന്നാണ്. സോ ആനച്ചാടിയിലുള്ള അടിപൊളി വ്യൂസ് ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റ് കാണാനാണ്. മിഡിൽ ലോവർ ഡിവിഷനിൽ റബ്ബർ എസ്റ്റേറ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഈ ഒരു ഡിവിഷൻ അമ്പനാട്ടിലെ മറ്റ് ഡിവിഷൻസ് പോലെ അല്ല ഞങ്ങൾക്ക് തോന്നിയത്. ചിലപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം, നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട്. ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റ് മാനേജറാണ് ഇപ്പൊ ഈ ബംഗ്ലാവിൽ താമസിക്കുന്നത്.
നമ്മൾ അമ്പനാടിന്റെ മാക്സിമം കാഴ്ചകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മുടെ കേരളത്തിന്റെ വിളിപ്പേര് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കല്ലേ പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ആകുന്നത്? റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ കൂടിയും ഈ ഒരു ഏരിയയിൽ ആനകളുടെ ശല്യം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് രാത്രിയിൽ ഈ വഴിയൊക്കെയും യാത്ര ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ആൾക്കാർ താമസിക്കുന്ന ലേബർ കോട്ടേജ് ഇതാ കാണുന്നതൊക്കെ. ഓരോ ഡിവിഷനും ലേബർസും എല്ലാ സംവിധാനവും ഉണ്ട്. രാത്രിയിൽ ആനകളൊക്കെ ഇറങ്ങുമ്പോൾ ഇവർ തീയൊക്കെ കൂട്ടിയിട്ടാണ് ആനകളെ വഴിതിരിച്ചു വിടാറുള്ളത്. ഇതിവിടുത്തെ ഒരു ചെറിയ അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ മുന്നിലായിട്ടും ആനകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീ കൂട്ടിയതായി കാണാം. ഇവിടുത്തെ സൂപ്പർവൈസർ SI ചേട്ടനാണ്, കമ്പനിയുടെ സൂപ്പർവൈസറാണ്. അപ്പം നമ്മൾ ഇവിടെ ഇന്നലെ വന്നപ്പം തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളിയാണ്. ഇപ്പം മെയിനായിട്ടും പുള്ളി നമുക്ക് വേണ്ട ഫുഡ് ഇവിടെ നമ്മുടെ ലൊക്കേഷൻസിലെല്ലാം പുള്ളി കൊണ്ട് കാണിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ അലൗ ചെയ്യത്തില്ല. പ്രധാനമായിട്ടും ബിസിനസ് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം, ഇവർ അത് അറേഞ്ച് ചെയ്തു തരും. ഇപ്പം ചേട്ടൻ നമുക്ക് ഇത്രയധികം സപ്പോർട്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിയിലല്ല ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മളെ വിളിച്ച് എവിടെ എത്തിയും തിരക്കിയിട്ടുണ്ട്. ഇവൻ വലിയ റിസോർട്ടുകളിൽ പോലും നമുക്ക് അത്രയും വലിയ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ട്രീറ്റാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങളെല്ലാം ഒരു പ്രാവശ്യം ഇവിടെ വന്നൊന്ന് കാണണം. ഇവിടുത്തെ ആ ഫെസിലിറ്റീസും ഇവിടെ എന്ന് വെച്ചാൽ ആ ഒരു പ്രകൃതിയുടെ ഒരു ഫീൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യണം. അപ്പം നിങ്ങളെല്ലാം ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കുക, ഒരു ദിവസം വിസിറ്റ് ചെയ്യുക. അപ്പം വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ ബുക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം SI എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ തരും. അപ്പോൾ ഈ ചേട്ടൻ്റെ ഡീറ്റെയിൽസും കമ്പനി ഓഫീസിൻ്റെ ഡീറ്റെയിൽസും പിന്നെ മാനേജറുടെ ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷ് കാലത്തിലുള്ള ഒരു എസ്റ്റേറ്റാണ്. പക്ഷേ അതിപ്പം 1984 പുള്ളിക്ക് കൊടുത്തതാണ്. പിന്നെ അതിനുശേഷം 2008-2009 ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്ത കാരണം. പിന്നെ അതിനുശേഷം ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നതനുസരിച്ച് അവർ ഈ ഓഫീസ് നമ്പറൊക്കെ വാങ്ങിച്ചോണ്ട് പോയി ഒരാൾ അങ്ങനെ തിരിഞ്ഞാൽ ഈ ബുക്കിംഗ് എടുക്കുന്നത്. നേരിട്ട് വിശദമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ അറിഞ്ഞറിഞ്ഞ് വരുന്ന ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. വലിയൊരു തിരക്കില്ല. പൊതുവെ ജനങ്ങൾക്ക് അറിയാത്തോണ്ടായിരിക്കാം ഇങ്ങനെ. അത് തന്നെ. ഓക്കെ. അപ്പൊ ഇവിടെ വന്നാല് ഏതൊക്കെ സ്ഥലങ്ങളാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്? മെയിനായിട്ട് കാണുന്നത് 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ ടീ ഫാക്ടറി ഉണ്ട്, അത് കാണാം. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്, അത് കാണാം. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ. പിന്നെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ 13 ഫീൽഡ് നമ്പർ 13 റോക്ക് എന്ന് പറയും. പിന്നെ അതിന് കൂടെ തവളപ്പാറയെന്നും കൂടെ പറയും. പിന്നെ ആനച്ചാടി ഡിവിഷനിൽ 4-5 വ്യൂ പോയിന്റ് ഉണ്ട്, അതും കൂടെ നല്ലതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്. പിന്നെ ഓൾ ഓവർ ഇവിടെ കറങ്ങി നടന്ന ഒരു ദിവസം കാണാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ മൃഗങ്ങൾക്ക് ഉണ്ട്. ആന ഉണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, പിന്നെ മയില്, കുരങ്ങൻ, പന്നി, എല്ലാ മൃഗങ്ങളും ഉണ്ട്. എല്ലാത്തിനും നിങ്ങൾ കാണാറുണ്ട്. പിന്നെ എവിടുന്നാണ് ചേട്ടാ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ എക്കോ ടൂറിസത്തിൽ നിന്ന് കറക്റ്റ് ആയിട്ട് 5 കിലോമീറ്റർ കളതുരുട്ടി. അതിൽ നിന്ന് ഡാമിന്റെ അടുത്ത് 6 കിലോമീറ്റർ, ഇതിനിപ്പുറത്ത് ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ കളുതുരുട്ടി ജംഗ്ഷൻ. അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് എന്ന് പറയുവാണെങ്കിൽ ലെഫ്റ്റ് കയറി ഈ റെയിൽവേ ക്രോസിന്റെ താഴെ കൂടെ വന്ന നേരെ നെടുമ്പാറ, അത് കഴിഞ്ഞ് പൂത്തോട്ടം, അത് കഴിഞ്ഞ് ക്യാപ്റ്റീഷൻ എന്ന് പറയുന്ന ഒരു കയറ്റുണ്ട്, അത് വന്ന് നമ്മുടെ എൻട്രൻസ് ആയി. അപ്പൊ ഈ ഒരു വഴി മാത്രമേ ഇങ്ങോട്ട് വരാനുള്ളൂ. പിന്നെ ഇവിടെ താമസിക്കാനുള്ള അറേഞ്ച്മെന്റ് അത് 5 പേർക്ക് 6000 രൂപ റൂം റെന്റ്. ബാക്കി അഡീഷണൽ ആയിട്ട് വരുന്ന ആൾക്ക് ഒരാൾക്ക് 500 രൂപ വെച്ച് വരും. ഫാമിലി ആണെങ്കിൽ 2 ഫാമിലിയെ താമസിക്കാൻ പറ്റത്തുള്ളൂ, അതിനുള്ള റൂമേ ഉള്ളൂ. 2 ഫാമിലിക്ക് താമസിക്കാനുള്ള 2 റൂം.
ബാച്ചിലേഴ്സ് ആണെങ്കിലോ? ബാച്ചിലേഴ്സ് ആണെങ്കിൽ 5 പേർക്ക് താമസിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. 5 പേര് കൂടുതൽ അലവ് ചെയ്യത്തില്ല. ഓക്കെ. ഭക്ഷണമൊക്കെ അപ്പൊ എങ്ങനെ? ഭക്ഷണം ഒന്ന് 3 നേരവും ചേർന്ന് ഒരാൾക്ക് 600 രൂപ നോൺ വെജ് ചാപ്പാട്. അതിൽ ഫിഷും ചിക്കനും മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ബീഫോ ഇത് ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയണം ഏത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ചെയ്യത്തുള്ളൂ. ഇതിന്ന് ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ പോയിട്ട് ഈ തിങ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഭക്ഷണം എന്താ വേണമെന്ന് പറയണമെന്ന് പറയാം. അപ്പൊ ഇവിടെ താമസിക്കാൻ വരുവാണെങ്കിൽ ഒന്നും ഇവിടെ ഭക്ഷണം വേറെ എങ്ങും കിട്ടത്തില്ല. ഇവിടുന്ന് തന്നെ പറഞ്ഞാലേ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൗണിൽ പോയി കഴിക്കേണ്ടി വരും. അപ്പൊ അത്രയും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. രാത്രി പിന്നെ ഇവിടുത്തെ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. പുറത്ത് പോയി വാങ്ങിക്കാനും പറ്റില്ല. അതന്നെ 6 മണിക്ക് ശേഷം വിടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. മൃഗങ്ങളുടെ ശല്യം ഇറങ്ങി തുടങ്ങും. ഓക്കെ. പിന്നെ ചേട്ടൻ അപ്പൊ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. ചേട്ടൻ ഇവിടെ സ്വന്തം നാട് പോലായി. ശരി. അപ്പൊ ഇവിടെ കുറെ ഫാമിലീസും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കമ്പനിയിലൊക്കെ ഇപ്പൊ എത്രയോളം പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും? ഫാക്ടറിയിലെ 10-25 തൊഴിലാളികളുണ്ട്. പിന്നെ ഇത് 5 ഡിവിഷനാ. 5 ഡിവിഷനിലും ഓരോ ഡിവിഷനിലും 100 പേര് ഏകദേശം ഒരു 500ഓളം തൊഴിലാളികൾ തേയിലേക്ക് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. തേയില റബ്ബർ എല്ലാം ചേർന്ന് റബ്ബറും എല്ലാം കൂടി ചേർന്ന് അത്രയും പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു. ചേച്ചിക്കും മോനോടും എല്ലാം ഒരു നന്ദി പറയുക. ഓക്കെ ശരി. അപ്പൊ നല്ല നല്ല ആൾക്കാർ വരട്ടെ. ഇനിയും ഒത്തിരി ആൾക്കാർ വരട്ടെ. ഓക്കെ. അങ്ങനെ അമ്പനാട്ടിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി ഞങ്ങളെ അറിയിക്കാനും പിന്നെ ഞങ്ങളുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.